ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് 58 മണ്ഡലങ്ങളിൽ. കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10 മുതൽ ചേരുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി പരിഷ്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് 4 വർഷ ബിരുദ പഠനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം നാളെ അവസാനിക്കും. IPL 2ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ബീഹാറിൽ 8, ഹരിയാന 10, ജമ്മുകശ്മീർ 1, ഝാർഖണ്ഡ് 4, ഡൽഹി 7, ഒഡീഷ 6, ഉത്തർപ്രദേശ് 14, പശ്ചിമബംഗാൾ 8 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അതേസമയം 7ാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരട് ബിൽ സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി പരിഷ്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് 4 വർഷ ബിരുദ പഠനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. എന്താണ് 4 വർഷ ബിരുദ പ്രോഗ്രാം എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഏകദിന മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൊഴിൽ, ഗവേഷണം എന്നിവ സംയോജിപ്പിച്ചാണ് 4 വർഷ ബിരുദ പ്രോഗ്രാം മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ പെയ്യും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുന്നു. പല ജില്ലകളിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ആലുവ, പുളിഞ്ചോട് പഴയ റോഡിലെ വെള്ളക്കെട്ട് കാരണം സമീപത്തെ വീടുകളിലും വെള്ളം കയറി. കൊച്ചിയിലും ഇന്നലെ രാത്രി മഴ തുടർച്ചയായി പെയ്തു. രാവിലെ ആയപ്പോഴേക്കും മഴ അല്പം ശമിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് കനത്ത മഴയിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ചേലേമ്പ്ര ALP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. ഇന്നലെ രാത്രി 8 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. പൊന്നാനിയിലെ റോഡിലും പറമ്പുകളിലും വെള്ളക്കെട്ടുയർന്നു. പൊന്നാനി ഹാർബറും പരിസരവും വെള്ളക്കെട്ടിലായി. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിൽ മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട്. അതേസമയം മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പന്തീരാങ്കാവിൽ മതിലിടിഞ്ഞു വീണ് മണ്ണിനടിയിൽപ്പെട്ട 2 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. നദികളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 10 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വൻമരം ഒടിഞ്ഞു വീണു. മരത്തിനടിയിൽപ്പെട്ട് ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി. കോട്ടയം ജില്ലയിൽ വ്യാപകമായും തുടർച്ചയായും മിതമായി മഴ പെയ്യുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷവും നിലനിൽക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് പുലർച്ചെ ഇടിയോട് കൂടിയുള്ള മഴ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ പരക്കെ മഴ തുടരുന്നുണ്ട്. എന്നാൽ ദുരന്ത സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഇടുക്കിയിൽ നേരിയ തോതിൽ തുടർച്ചയായ മഴയാണ് ലഭിച്ചത്. മലങ്കര ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിടുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഉൾപ്പെടെ ഇടുക്കിയിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ജില്ലയുടെ മിക്കയിടങ്ങളിലും ഇപ്പോഴും നേരിയ തോതിൽ തുടരുകയാണ്. ഇടുക്കിയിൽ ശരാശരി 22.32 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേട്ടിലാണ്, 39 മില്ലിമീറ്റർ. മലങ്കര ഡാമിൽ നിന്നും 4 ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുന്നുണ്ട്. മഴക്കെടുതികളോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ രാത്രിയാത്ര, ടൂറിസം കേന്ദ്രങ്ങളിലെ സന്ദർശനം, ട്രക്കിംഗ്, ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള നിരോധനം ഇപ്പോഴും തുടരുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കേരളത്തിലെ സ്കൂളുകളിൽ നാളെ ശുചീകരണ ദിനം ആചരിക്കും. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കരമന ബോയ്സ് ഹൈസ്കൂളിൽ നാളെ നിർവഹിക്കും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ PTA, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്കൊപ്പം സന്നദ്ധ സംഘടനകളും പങ്കാളിയാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
സംസ്ഥാനത്ത് +1 അപേക്ഷാ സമർപ്പണം നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. 29-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. 4,51,853 പേരാണ് ഇന്നലെ വരെ ഓൺലൈനായി അപേക്ഷ നൽകിയത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചത് മലപ്പുറത്താണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളി ആരെന്ന് ഇന്നറിയാം. രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-ക്ക് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. എലിമിനേറ്റർ മത്സരത്തിൽ ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടിയത്. കൊലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെയാണ് സിന്ധു തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ചൈനീസ് താരത്തോട് പരാജയപ്പെട്ടു. പുരുഷ സിംഗിൾസിലും ഡബിൾസിലും ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെട്ടു. കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടിയുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ സജ്ജമായി. വിമാനത്താവളത്തിന്റെ എംബാർക്കേഷൻ പോയിന്റിൽ മെയ് 31 മുതൽ ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ജൂൺ 1 മുതൽ ജൂൺ 10 വരെ 9 ഫ്ലൈറ്റ് സർവീസുകൾ മുഖേനയാണ് ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോവുക. 3261 ഹാജിമാർ ഇവിടെ നിന്നും യാത്ര ചെയ്യും. ജൂൺ 1 പുലർച്ചെ 5:55-നാണ് ആദ്യ സർവീസ് ആരംഭിക്കുക. ഹജ്ജ് ക്യാമ്പിലേക്ക് ആവശ്യമായ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനവും ആവശ്യത്തിന് മരുന്നും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച യോഗത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും വിവിധ വകുപ്പുകൾ സ്വീകരിച്ചുള്ള നടപടികൾ അവലോകനം ചെയ്യുന്നതിനും ADM K നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി MP രാജേഷ്. ഗൂഢാലോചന ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മദ്യവർജനത്തിലെ LDFന്റെ ഉറപ്പ് പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമത്തിൽ മാറ്റം വരുത്തിയത് അബ്കാരികളെ സഹായിക്കാനെന്നും VD സതീശൻ എറണാകുളത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വിഷയത്തിൽ എക്സൈസ് മന്ത്രി മാറി നിന്ന് അന്വേഷണം നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ബാർ ഉടമകളിൽ നിന്ന് 25 കോടി രൂപയുടെ വമ്പൻ അഴിമതി നടത്തിയാണ് സർക്കാർ പുതിയ മദ്യനയം നടപ്പിലാക്കുന്നതെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. കേരളത്തിൽ ഡൽഹി മോഡൽ ബാർക്കോഴയാണ് നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തജിക്കിസ്ഥാനിൽ തടാകത്തിൽ മുങ്ങിമരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി കോട്ടയം കങ്ങഴ സ്വദേശി റിയാസ് ഹാരിസ് മുഹമ്മദിന്റെ മൃതദേഹം സംസ്കരിച്ചു. കങ്ങഴ പുത്തൂർപള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു സംസ്കാരം. ദുഷൻബെ ഔസിന താജിക് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MBBS വിദ്യാർത്ഥിയായിരുന്നു. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. തേക്കുംപറ്റ മാലക്കാപ്പ് കാട്ടുനായ്ക്ക കോളനിയിലെ വാസുവിനാണ് പരിക്കേറ്റത്. കോളനി വഴിയിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന വാസുവിനെ എതിരെ വന്ന കാട്ടാന തട്ടിയെറിയുകയായിരുന്നു. ഇന്നലെ രാത്രി 7:30-ഓടെയാണ് ആക്രമണം ഉണ്ടായത്. വാസുവിനെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് ലഹരി വ്യാപനം തടയാൻ ജൂൺ 1 മുതൽ മഫ്തി ബൈക്ക് പട്രോളിംഗ് ഏർപ്പെടുത്താൻ എക്സൈസ് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് നിർദ്ദേശം നൽകി. ഈ മാസം 30-ന് മുൻപ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധിയിലെ സ്കൂളുകളിൽ സന്ദർശനം നടത്തും. സ്കൂൾ പരിസരത്തെ കടകളിലും പരിശോധന ഉണ്ടാകും. സ്കൂൾ പരിസരങ്ങളിൽ അനാവശ്യമായി കറങ്ങി നടക്കുന്നവരെ നിരീക്ഷിക്കുവാനും നിർദ്ദേശമുണ്ട്. വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് ഇന്നും തിങ്കളാഴ്ചയും നടത്താനിരുന്ന ശാരീരിക അളവെടുപ്പ് കായികക്ഷമതാ പരീക്ഷകൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെടുപ്പ് 58 മണ്ഡലങ്ങളിൽ. കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ജൂൺ 10 മുതൽ ചേരുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി പരിഷ്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് 4 വർഷ ബിരുദ പഠനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി R ബിന്ദു. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം നാളെ അവസാനിക്കും. IPL രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.